ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തി കൊണ്ട് ഒരു അടിപൊളി കറിയും ഒരു വറവലാണ്. ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റിയായ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇതാ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ലേശം ഉലുവ ഇട്ട് കൊടുത്തു. ഇതാ ചെറിയ ഉള്ളിയാണ്, ഒരു 10ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടാവും കട്ട് ചെയ്തത്. ഇതാ ഒരു 5-8 എണ്ണം വെളുത്തുള്ളി അല്ലി. ഉള്ളി ലേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിലോട്ട് 3 കറിവേപ്പില, 2-3-4 പച്ചമുളക്. ഉള്ളി ഇതൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഞാൻ ഫിഷ് മസാല ചേർക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇത് ചേർക്കുമ്പോൾ. എപ്പോഴെങ്കിലൊക്കെ എല്ലായ്പ്പോഴും ഒരേപോലെ കറി വയ്ക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ വ്യത്യസ്തമായിട്ട് കറി വയ്ക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. വല്ലപ്പോഴൊക്കെ ചേർക്കാം കേട്ടോ. എപ്പോഴും ചേർക്കുന്നത് ഹെൽത്ത് പ്രോബ്ലമാണ്. അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ മുളക് പൊടിയായാലും മല്ലിപ്പൊടി ആയാലും അതൊക്കെ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതത്ര നല്ലതാവണമെന്നില്ല. ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി ഞാൻ വെള്ളത്തിലിട്ടിരുന്നേ, അത് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഞാൻ 1 മുറി തേങ്ങ ചിരവിയിട്ടുണ്ട്. നല്ല പച്ച തേങ്ങയാണ് കേട്ടോ ചിരവിയിട്ടുള്ളത്. അതാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഇതാ ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതാ ഈ പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ള ഈ തേങ്ങ അതിൽ കൂട്ടി കൊടുക്കാം. ഇതാ മീൻ അതൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മീൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് അധികം വേവില്ലല്ലോ. മീൻ വറക്കാനിതാ കുറച്ച് ചെറിയുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി നമുക്കിത് ജാറിലിട്ട് കൊടുക്കാം. ഇതാ ഒരു 3/4 ടേബിൾ സ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളക്. അതായിരിക്കും ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതാ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഞാൻ ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുണ്ടെങ്കിൽ. ഇതാ പാകത്തിന് ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് ചേർക്കാൻ. അപ്പോൾ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതാ ഈ മിക്സ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പിടിക്കും. പക്ഷെ ഞാനിത് ചെറിയ മത്തിയല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ വരഞ്ഞു കൊടുക്കുന്നില്ല. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു ഇത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സിമ്മിലിട്ട് കൊടുത്താൽ ചെറുതായിട്ട് മുരിഞ്ഞ് വരുവാണെങ്കിൽ കുറച്ചുകൂടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. മുള്ള് കഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കൊന്നും കൊടുക്കരുത് കേട്ടോ. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇതുകൊണ്ടിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ മുള്ളൊന്നും വേറെ ആയിട്ട് അങ്ങനെ കിട്ടില്ല കേട്ടോ. മത്തി ആയതുകൊണ്ട് അതങ്ങനെ കഴിച്ചാലും ദോഷമൊന്നുമില്ല. അത്രയും കാൽസ്യം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണല്ലോ മത്തി. മത്തിയിലൊന്നും കളയാനില്ല എന്നുള്ളതാണ് സത്യം. ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ കോരിയെടുത്തു. ഞാൻ അടുത്തത് വെച്ച് കൊടുക്കാം. ഇതങ്ങനെ ഞാൻ എല്ലാ മീനും വറുത്ത് കോരിയെടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയും ഒരു മീൻ വറവലും ഒരു പടവലങ്ങ മെഴുക്ക് വരട്ടിയും